സുഹൃത്തുക്കളെ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഈ ഒരു വീഡിയോ ആയിട്ട് ഞാൻ വരാനുള്ള പ്രധാന കാരണം ഇത് ഞാൻ കണ്ടൊരു ന്യൂസാണ്. അത് വേറെ എവിടുത്തെ തിരുവനന്തപുരം ജില്ലയിൽ രാജാ രവിവർമ്മ കോളേജ്, അതായത് കിളിമാനൂർ സ്ഥിതി ചെയ്യുന്ന രാജാ രവിവർമ്മ കോളേജിലെ ഒരു അധ്യാപിക അവരുടെ വിദ്യാർത്ഥിയോട് വേറൊരു അധ്യാപകനോടുള്ള ഒരു ദേഷ്യത്തിന്റെ പേരിൽ കാണിച്ചൊരു തന്തയ്ക്ക് പിറക്കാഴിക അല്ലെ തന്തയില്ലായ്മ, അത് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കാനായിട്ടാണ് ഈ ഒരു വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ, അതായത് അധ്യാപകർ അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിൽ കുടിപ്പക ഉണ്ടായിരുന്നു, കുറെ പ്രശ്നങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ഉണ്ട്. അപ്പൊ ആ ഒരു പ്രശ്നത്തിന്റെ പേരിൽ ഒരു വിദ്യാർത്ഥിയുടെ പേര് പറഞ്ഞുകൊണ്ട് ആ അധ്യാപകൻ ആ വിദ്യാർത്ഥിയെ പീഡിപ്പിക്കുന്നുണ്ട്, അല്ലെങ്കിൽ പീഡിപ്പിച്ചു, ലൈംഗികമായി പീഡിപ്പിച്ചു. അതിന് ഞാൻ സാക്ഷിയാണ്, അല്ലെ ഞാനത് കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാ വിദ്യാർത്ഥികൾക്കിടയിലും അല്ലെങ്കിൽ അധ്യാപകർക്കിടയിലും അത് വാട്സപ്പ് ഗ്രൂപ്പുകളിലൂടെ പ്രചരിപ്പിച്ച ഒരു തന്ത ആരാണെന്ന് പോലും അറിയാത്തൊരു പെണ്ണുമ്പിള്ളയുണ്ട്. അവളുടെ പേര് മാധ്യമങ്ങൾ പുറത്തു വിട്ടിട്ടില്ല. പക്ഷേ ഞാൻ ഇന്ന് ഇൻസ്റ്റാഗ്രാമിൽ ഒരു വീഡിയോ കണ്ടപ്പോൾ, 24ന്റെ ഒരു ന്യൂസിലെ ഇൻസ്റ്റാഗ്രാമിലെ വീഡിയോ റീലിൽ കണ്ടപ്പോൾ അതിൽ പറഞ്ഞിരിക്കുന്ന ഒരാൾ വന്നിട്ട് ആ ടീച്ചറുടെ പേര് പറയുന്നുണ്ട്. അവരുടെ പേര് ചന്ദ്രലേഖ എന്നാണ്. ചന്ദ്രലേഖ ആണോ എന്ന് എനിക്കറിയില്ല. ഇനി ആണെങ്കിൽ അത് നാണം ഉണ്ടോടി ചന്ദ്രലേഖ, നിനക്ക് തന്തയുണ്ടോ നിനക്ക്? നിന്റെ മക്കളാണിത്, അല്ലെ നിന്റെ മക്കൾ പഠിക്കുന്ന സ്കൂളിൽ ആരെങ്കിലും ഇത് ചെയ്താൽ നീ എന്ത് ചെയ്യും? നീ അവരെ പിടിച്ച് ഉമ്മ കൊടുക്കുവോ, അതോ അവരെ നീ ശിക്ഷിക്കുവോ? ശിക്ഷിക്കും അല്ലേ? കാരണം നിന്റെ മക്കളെയല്ലേ പറഞ്ഞേ. നീ അങ്ങനെ നടക്കുന്നവളാണെന്ന് പറഞ്ഞിട്ട് കാണുന്നവരെല്ലാം അങ്ങനെ നടക്കുന്നതെന്ന് വിചാരിക്കരുത്. പലയിടത്തും നമ്മൾ കാണുന്നുണ്ട് ഈ തോന്നിവാസവും തന്തയില്ലാത്ത പരിപാടിയും കാണിച്ച് മറ്റുള്ളവരുടെ കറങ്ങി നടക്കുന്നവളന്മാർ വന്നിട്ട് മറ്റുള്ളവരെ വലിയ അവയ്ക്കാതി പറഞ്ഞുകൊണ്ട് അവരെ പറ്റി കുറച്ച് അപരാധങ്ങൾ പറഞ്ഞു നടക്കുന്ന നമ്മൾ പലയിടത്തും കണ്ടിട്ടുള്ളതാണ്. അത് പല സ്ഥലങ്ങളിലും കുടുംബങ്ങളിലാണല്ലോ അതങ്ങനെയുണ്ട്. വലിയ പതിവ്രത കളിച്ചുകൊണ്ട് മറ്റുള്ളവരെ ഈ പറഞ്ഞ് കുറ്റപ്പെടുത്തുന്ന ആളുകൾ ഒന്ന് മനസ്സിലാക്കുക. നിനക്കൊക്കെ തന്തയുണ്ട്, നീ ഒന്നും ഈ പരിപാടിയായിട്ട് വരത്തില്ല. ആ ഒരു കുഞ്ഞിനെ പറ്റി ഈ പറയുന്ന അപവാദങ്ങൾ പറഞ്ഞുണ്ടാക്കിയ ഇവിടെയൊക്കെ നല്ല കേസെടുത്ത് ശിക്ഷിക്കുക തന്നെ വേണം. അല്ലാതെ വെറുതെ വിടരുത്. ഈ പേരൊന്നും നിങ്ങൾ മറച്ചു വെക്കരുത്. 24 ന്യൂസ് മറച്ചു വെച്ചുകൊണ്ടാണ് പറയുന്നത്. അധ്യാപകന്റെ പേരും ആ കുട്ടിയുടെ പേരും എല്ലാം മറച്ചു. കുട്ടിയുടെ പേര് മറച്ചു, ഓക്കെ. അധ്യാപകന്റെ പേരെന്തിനാണ് മറയ്ക്കുന്നത്? അല്ലെങ്കിൽ അധ്യാപികയുടെ പേരെന്തിനാണ് മറയ്ക്കുന്നത്? ഈ തന്തയില്ലായ്മ കാണിച്ചവരുടെ പേര് കേരളം മൊത്തം അറിയണം, ലോകം മൊത്തം അറിയണം. വിദ്യാർത്ഥികളെ സ്വന്തം മക്കളെ പോലെ കാണേണ്ട അധ്യാപകർ ആ വിദ്യാർത്ഥികളെ വെച്ചുകൊണ്ട് ഒരു കുടിപ്പക അങ്ങ് തീർക്കുകയാണ്. അതായത് ആ കൊച്ചു അവനോടെ പോയി മറ്റേ പരിപാടിയായിരുന്നു ഞാൻ കണ്ടു, അല്ലെങ്കിൽ എനിക്കറിയാം ഇവർ അങ്ങനെ ചെയ്തുകൊണ്ടിരുന്ന ലൈംഗികമായിട്ട് ഇവർ ഭയങ്കര പരിപാടിയായിരുന്നു എന്ന് പറയുന്ന തന്തയ്ക്ക് പിറക്കാത്തവളുമാരുണ്ടല്ലോ, ഇവളുമാരെയൊക്കെ നല്ല ചാട്ടവാറിന് അടിക്കുകയാണ് ചെയ്യേണ്ടത്. ഈ പെണ്ണുങ്ങൾക്കാണ് ഇത്ര കഴപ്പ് ഇങ്ങനത്തെ പരിപാടികൾ പറഞ്ഞുണ്ടാക്കുക. ഒരു കുടുംബത്തെ പറ്റിയോ അല്ലെങ്കിൽ ഒരാളിനെ പറ്റിയോ ഒരു ഗോസിപ്പ് അടിച്ചിറക്കാൻ പെണ്ണുങ്ങൾക്കാണ് ഇത്ര കടി. അങ്ങ് പറഞ്ഞു പരത്തുകയാണ്. ഞാൻ കണ്ടു, തെളിവ് സഹിതം ഉണ്ട്, എൻ്റെ മക്കൾ കണ്ടു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പറയുന്ന നായിൻ്റെ മക്കളെ നീയൊക്കെ ഒരു നാൾ അനുഭവിക്കും. അതിനുള്ള മറുപടിയാണ് ഈ ഒരു വീഡിയോ എന്ന് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഈ ഒരു വീഡിയോ എന്താണ് സംഭവം എന്നുള്ളത് നമുക്ക് മാധ്യമങ്ങളിൽ വന്നത്, 24 ന്യൂസിൽ വന്നത് ഞാനത് പ്ലേ ചെയ്യാൻ ശേഷം നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് വരാം. അധ്യാപകർ തമ്മിലുള്ള കുടിപ്പകയിൽ ഒരു വിദ്യാർത്ഥിനി ബലിയാടായി. കിളിമാനൂർ രാജാ രവിവർമ്മ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് ഈ സംഭവം നടന്നത്. അധ്യാപകർ തമ്മിലുള്ള തർക്കത്തിൽ +1 വിദ്യാർത്ഥിയെക്കുറിച്ച് വ്യാജ പ്രചാരണം നടന്നു. ഈ സ്കൂളിൽ എതിർചേരിയിലെ അധ്യാപകൻ വിദ്യാർത്ഥിനിയെ ലൈംഗികമായി പീഡിപ്പിച്ചുവെന്നായിരുന്നു പ്രചാരണം. നാണക്കേട് കാരണം കുട്ടി പഠനം ഉപേക്ഷിച്ച വിദ്യാർത്ഥിനി ഈ വിദ്യാർത്ഥിനി 24നോട് അവളുടെ ദുരന്തം തുറന്നു പറയുകയാണ്. 24 എക്സ്ക്ലൂസീവുമായി ഷെബീദ് റാവുത്തർ തിരുവനന്തപുരം തയ്യാറാക്കിയ ഷോക്കിംഗ് ആയ റിപ്പോർട്ട്. കഴിഞ്ഞ ദിവസമാണ് പോക്സോ കേസിലെ പ്രതിയായ ഒരാളെ പ്രവേശനോത്സവ ചടങ്ങിൽ പങ്കെടുത്ത കാര്യം വിവാദമായത്. അതിന് പിന്നാലെ വളരെ ഗൗരവത്തിൽ കാണേണ്ട ഒരു വിഷയമാണിതെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഇപ്പോൾ ആ പകപോക്കൽ നിരയായ ആ സ്കൂളിലെ +1 വിദ്യാർത്ഥിനി നമ്മളോടൊപ്പം ചേരുകയാണ്. ഈ കുട്ടി പ്രതിയായ ഒരാളല്ല, മുകേഷ് എം നായർ. അദ്ദേഹത്തിനെയാണ് ഈ പറയുന്ന സ്കൂളിലേക്ക് പ്രവേശനോത്സവത്തിന് വിളിച്ചത്. ഈ മുകേഷ് എം നായർ ഈ തെറ്റ് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് ഇതുവരെ തെളിഞ്ഞിട്ടില്ല. അല്ലെങ്കിൽ ചെയ്തിട്ടില്ല എന്നുള്ളതോ ചെയ്തിട്ടുണ്ടെന്നുള്ളതോ പറയാനായിട്ട് ആർക്ക് സാധിക്കത്തില്ല. അപ്പോൾ അങ്ങനെ ഒരു പോക്സോ കേസിലെ പ്രതിയായി എന്ന് പറയാനായിട്ട് എന്ത് അധികാരമാണ് മാധ്യമ പ്രവർത്തകർക്കും അല്ലെങ്കിൽ മാധ്യമങ്ങൾക്കും ഉള്ളത്? കഷ്ടമാണ് കേട്ടോ. ഒരാളെ കോടതി വിധിക്കണം അയാൾ കുറ്റം ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത്. കോടതി പറയാത്ത പക്ഷം അയാളൊരു സാധാരണ ഒരു പൗരൻ തന്നെയാണ്. അയാൾക്ക് ചെയ്യാനായിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട്. ഈ മുകേഷ് എം നായരെ പറ്റി ന്യൂസിലെല്ലാം വന്നത് പോക്സോ കേസിലെ പ്രതിയെ ഇനോഗ്രേഷന് വിളിച്ചു, അല്ലെങ്കിൽ ഈ പ്രവേശനോത്സവത്തിന് വിളിച്ചു എന്നാ. നാണമുണ്ടോ? എന്തിനാണ് ഈ പറയുന്ന ആവശ്യമില്ലാതെ ഈ മുന്തിയിടത്തിലെ അല്ലെങ്കിൽ ഏതെങ്കിലും വലിയ കാശുള്ളവൻ്റെയോ അല്ലെങ്കിൽ തൻ്റെയൊക്കെ പാർട്ടിയിലുള്ളവൻ്റെയോ മക്കളൊക്കെയാണ്, അല്ലെങ്കിൽ പാർട്ടിയിലുള്ളവരാണ് ഈ പരിപാടി ചെയ്യുന്നതെങ്കിൽ വാ വന്നോ കയറി വന്നോ നിങ്ങളാണ് വരേണ്ടതെന്ന് പറയേണ്ടവർ വേറെ ആരെങ്കിലും, അതായത് എന്തെങ്കിലുമൊക്കെ ചെയ്തു എങ്ങനെയൊക്കെ കയറി വരാൻ ശ്രമിക്കുന്നവർ ചെയ്യുമ്പോൾ നീ വന്നോ എന്നുള്ള രീതിയിൽ അങ്ങ് പെരുമാറും. ആ ഒരു തന്തയില്ലായ്മയാണ് ഇവിടെ കാണുന്നത്, ഇരട്ടത്താപ്പ്. അപ്പോൾ നമുക്ക് ബാക്കി വീഡിയോ ഉണ്ടോക്കാം. പേരോ മറ്റു വിവരങ്ങളോ നമ്മൾ പങ്കുവയ്ക്കുന്നില്ല. പകരം ഈ കുട്ടി നേരിട്ട ദുരനുഭവം, ഇപ്പോഴും ഈ വിഷയത്തിൽ ആ വ്യാജ ആരോപണത്തിൽ കുട്ടിയും കുടുംബവും അവർ വലിയ പാടുപെട്ട് നടത്തുന്ന ജീവിതത്തിൽ ഇപ്പോൾ വിലങ്ങുതടിയായിട്ടുള്ളത് ഈ വ്യാജ പ്രചരണം. അതിനെക്കുറിച്ച് ആ കുട്ടി തന്നെ ചേരും. ഈ മക്കളെ കുറിച്ച് എന്താ സ്കൂളിൽ പറഞ്ഞുണ്ടാക്കിയത്? അവിടുത്തെ അധ്യാപകനായ സാർ അധ്യാപകനെ പീഡിപ്പിച്ചു എന്നും പറഞ്ഞുകൊണ്ട് അവിടുത്തെ ഒരു ടീച്ചർ ഇങ്ങനെ പറഞ്ഞ് ഗ്രൂപ്പുകളിൽ മെസ്സേജ് ഇടുകയും പിന്നെ അവിടുത്തെ കുട്ടികളോടായാലും അവിടെ വരുന്നവരോടായാലും ഇങ്ങനെ എല്ലാവരുടെ അടുത്തും ഇങ്ങനെ പറഞ്ഞ് ഈ സാർ എന്നെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ് പ്രചരിപ്പിക്കുകയാണ്. മക്കളുടെ ശ്രദ്ധയിൽ അമ്മയുടെ അച്ഛൻ്റെ ശ്രദ്ധയിൽ എപ്പോഴാണ് പെട്ടത്? ഈ ഗ്രൂപ്പിൽ മെസ്സേജ് വന്നപ്പോഴാണോ? ഗ്രൂപ്പിൽ മെസ്സേജ് വരെ എപ്പോഴും. പിന്നെ അമ്മ സ്കൂളിൽ ഇടയ്ക്ക് പോകുമായിരുന്നു. അപ്പോൾ അമ്മയുടെ ചെവിയിൽ ഇങ്ങനെ കേൾക്കുകയും പിന്നെ അവിടെ പറയുകയൊക്കെ ചെയ്തുമായിരുന്നു. മറ്റാരെങ്കിലും സ്കൂളിൽ നിന്നൊക്കെ വിളിച്ചിരുന്നോ? കുഞ്ഞിനെ വിളിച്ചിരുന്നോ? വിളിച്ചിട്ടുണ്ടായിരുന്നു. മാധ്യമത്തിൽ നിന്നാണെന്ന് പറഞ്ഞും പിന്നെ ചൈൽഡ് ഹെൽപ്പ് ലൈനിൽ നിന്നും പറഞ്ഞൊക്കെ തോനെ പേരങ്ങനെ വിളിച്ചിട്ട്
എൻ്റെ അമ്മയുടെ അച്ഛനോടാണ് സംസാരിച്ചിട്ടുള്ളത്. എന്ത് സാർ പീഡിപ്പിച്ചോ, അങ്ങനെ കൂടുതൽ അങ്ങനെ കുത്തി ചോദിക്കുകയായിരുന്നു. ഈ മക്കൾക്ക് ഈ അധ്യാപനം അഡ്മിഷൻ എടുക്കാൻ പോയ സമയത്ത് പരിചയമല്ലേ ഉണ്ടായിരുന്നുള്ളൂ? അതിനുശേഷം ഇവർ ഈ പറയുന്ന തരത്തിലേക്ക് എന്തെങ്കിലും അനുഭവം ഉണ്ടായിട്ടുണ്ടോ? ഇല്ല. അപ്പോഴ് അഡ്മിഷൻ എടുക്കാൻ പോയ ആ ടൈമിൽ മാത്രമേ എനിക്ക് ആ സാറിനെ കണ്ടില്ലേ? ആ ഒരു വിമർശനം വന്നപ്പോൾ അല്ലെ പരാമർശം വന്നപ്പോഴത്തേക്ക് ഈ ബാലാവകാശ കമ്മീഷനും അങ്ങനത്തെ കുറച്ചവന്മാർ വിളിച്ചിട്ട് ചോദിക്കുകയാണ്, സാർ പീഡിപ്പിച്ചോ, സാറിനെ എവിടെ വെച്ചാ കണ്ടത്? ആ കുഞ്ഞിന്റെ വ്യക്തിത്വത്തിനെയല്ലേ നിങ്ങൾ ചോദ്യം ചെയ്യുന്നത്? അങ്ങനെ ഒരു അപഖ്യാതി അല്ലെങ്കിൽ ഒരു ആരോപണം പറഞ്ഞപ്പോൾ അത് എന്തിനു പറഞ്ഞു, ആര് കണ്ടു എന്നുള്ളത് അന്വേഷിക്കാതെ ആ കുഞ്ഞിനെ വിളിച്ചിട്ട് കുഞ്ഞിൻ്റെ അടുത്ത് ചോദിക്കുകയാണ്, സാർ പീഡിപ്പിച്ചോ എന്ന്. അതിന് പറയാൻ അറിയത്തില്ല അതിന്റെ ശരിയേതാണ് തെറ്റേതാണെന്ന്. ആ ഒരു ചെറു പ്രായത്തിൽ തന്നെ ആ കുഞ്ഞിനെ വിളിച്ചിട്ട് ചോദിക്കുകയാണ്, നീ പീഡനത്തിന് ഇരയായോ എന്ന്. എന്തൊരു നാണമില്ലാത്ത പരിപാടിയാണല്ലേ. ആ കുഞ്ഞിനോട് ചോദിച്ചു കഴിയുമ്പോൾ ആ കുഞ്ഞിനോട് തന്നെ ഒരു പേഴ്സണൽ റെസ്പെക്റ്റ് ഉണ്ടാവും. ആ റെസ്പെക്റ്റ് അല്ലേ അവിടെ തകരുന്നത്? താനത് ചെയ്തിട്ടില്ല എന്ന് തനിക്കറിയാം. അങ്ങനെയുള്ളപ്പോൾ ഒരു ടീച്ചർ പല രീതിയിൽ പലരോടൊപ്പം നടക്കുന്നവരായിരിക്കും ഈ പരാമർശം നടത്തുന്നതെന്നുള്ളൊരു വസ്തുത നിങ്ങൾ മറക്കരുത്. അങ്ങനെ നടക്കുന്നവർക്ക് മറ്റുള്ളവരെ ഈ കണ്ണിൽ കൂടെ കാണാൻ സാധിക്കുകയുള്ളൂ. ഏത് കണ്ണ്? ഈ നെഗറ്റീവ് കണ്ണുകളിൽ. അങ്ങനെ കാണുന്നവരാണ് ഈ തന്തയില്ലായ്മ പ്രവർത്തിക്കുകയും ചെയ്യുന്നത്. അങ്ങനെ പറഞ്ഞതിൻ്റെ പേരിൽ ബാലാവകാശ കമ്മീഷനും ഈ ചൈൽഡ് വെൽഫെയറും ഒക്കെ ഈ കുഞ്ഞിനെ വിളിച്ചിട്ട് ചോദിക്കുകയാണ്, നിങ്ങൾ പീഡിപ്പിക്കപ്പെട്ടോ എന്ന്. കഷ്ടം തന്നെ നിങ്ങളുടെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ, നിങ്ങളുടെ ഒരു പരിപാടി എന്ന് പറഞ്ഞാൽ. നിങ്ങളൊരു സാമാന്യ ഒരു മര്യാദ അല്ലെങ്കിൽ ഒരു കോമൺ സെൻസ് വേണ്ടേ? ഒരാളോട് വിളിച്ച് ചോദിക്കേണ്ട ചോദ്യമാണോ അത്? ആ കുഞ്ഞ് പീഡിപ്പിക്കപ്പെട്ടോന്നാണ് ആ കുഞ്ഞിൻ്റെ അടുത്ത് ചോദിക്കേണ്ടത്? ആ കുഞ്ഞിനെ പറ്റി ഇങ്ങനെ പറഞ്ഞെങ്കിൽ, ആ പറഞ്ഞ ആളുകൾക്കെതിരെ ആക്ഷൻ എടുക്കാനുള്ളൊരു കഴിവില്ലെങ്കിൽ പിന്നെ നിങ്ങൾ എന്തിനാണ് അവിടെ ഇരിക്കുന്നത്? ബാലാവകാശ കമ്മീഷനെന്നോ ഈ ചൈൽഡ് വെൽഫെയർ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കഷ്ടമാണ് കേട്ടോ, വല്ലാത്ത അവസ്ഥ തന്നെയാണ്. അപ്പോൾ ബാക്കി വീഡിയോ കണ്ടു നോക്കാം. ആ കുഞ്ഞിൻ്റെ വാക്കുകളൊക്കെ ഇടർന്ന കേൾക്കുമ്പോഴേ അറിയാം ആ കുഞ്ഞിൻ്റെ മനസ്സിൽ എത്രത്തോളം മുറിവേറ്റിട്ടുണ്ടെന്നുള്ളത്. നമുക്ക് ബാക്കി കണ്ടു നോക്കാം. അതിനു മുമ്പേ പരിചയമൊന്നുമില്ല. പിന്നെ അതിനുശേഷം ഇടയ്ക്കൊക്കെ സ്കൂളിൽ വെച്ച് കാണുമെന്നല്ലാതെ വേറൊരു പരിചയമില്ല സാറുമായിട്ട്. പിന്നെ കൂടുതലായിട്ടെന്ന് വെച്ചാൽ എന്നിപ്പോൾ ഉള്ളതായിരുന്നെങ്കിലും കുഴപ്പമില്ല. ഇതില്ലാത്ത കാര്യം പറഞ്ഞപ്പോൾ പഠിക്കാനായാലും ശരി, അവിടെ ഇനി ചേരാനേ പറ്റത്തില്ല. ബാക്കിയുള്ളവരുടെ അടുത്തായാലും ഇനി ബാക്കിയുള്ളവർ ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു നാണക്കേട്. അതെനിക്കറിയത്തില്ല, ഞാൻ സ്കൂളിൽ അങ്ങനെ പോയിട്ടില്ല. ബാക്കിയുള്ളവരായാലും ഞാൻ അങ്ങനെ മുടിയൊക്കെ വെട്ടി നടക്കുന്നതുകൊണ്ട് തന്നെ എന്നെ പറ്റി ആർക്കും അങ്ങനെ ഒന്നും അറിയത്തില്ലല്ലോ. പിന്നെ അറിഞ്ഞു കഴിഞ്ഞാൽ എന്താവുമെന്ന് എനിക്കറിയത്തില്ല. നാണക്കേട് കൊണ്ട് തന്നെയാണ് പോകാത്തത്. കേരള വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിൽ നമ്പർ 1 മോഡൽ എന്നൊക്കെ വീമ്പ് പറയുമ്പോൾ ഇങ്ങനെ ചില സംഭവങ്ങൾ, അതായത് ഈ ശബ്ദമുയർത്താനൊന്നും ശേഷിയില്ലാത്ത മനുഷ്യർക്ക് നേരെ ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുന്നു. കണ്ടില്ലേ? ഇതിന്റെ പേരിൽ അധ്യാപികയ്ക്ക് സസ്പെൻഷൻ കൊടുത്തു എന്നാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത്. ഇത് കേവലം ഒരു സസ്പെൻഷനിൽ നിർത്താതെ അവൾക്ക് വേണ്ടുന്ന മറുപടി കൊടുക്കാൻ സാധിക്കണം. നമ്മുടെ സമൂഹത്തിൽ ഇന്നും ഇങ്ങനത്തെ കാര്യങ്ങൾ നിലനിൽക്കുന്നുണ്ടെന്നുള്ളതാണ് ഇവിടെ നമ്മൾ കാണുന്നത്. ടീച്ചർമാരെ നമ്മൾ ഒരു അധ്യാപിക, മാതാപിതാ ഗുരു ദൈവം എന്നാണ് പറയുന്നത്. മാതാവ് കഴിഞ്ഞാൽ പിതാവ്, പിതാവ് കഴിഞ്ഞാൽ ഗുരു, ഗുരു കഴിഞ്ഞാൽ ദൈവം. എല്ലാവരും ഗുരു അല്ലെങ്കിൽ ദൈവതുല്യനായിട്ട് കാണണമെന്നാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. അങ്ങനെ കാണേണ്ടടുത്ത് അല്ലെങ്കിൽ അങ്ങനെ കാണുന്ന അല്ലെങ്കിൽ സ്റ്റുഡൻസ് വിദ്യാർത്ഥികൾ അങ്ങനെ കാണുന്നിടത്ത് അധ്യാപകര് വിദ്യാർത്ഥികളെ എങ്ങനെ കാണണം? അതിനുള്ളതൊന്നും ഞാൻ അങ്ങ് കണ്ടിട്ടില്ല. പിതാവ് ഗുരു അങ്ങനെയൊന്നും ഞാൻ കണ്ടിട്ടില്ല. പക്ഷേ ഈ പറഞ്ഞ തന്തയില്ലായ്മ ഈ ചന്ദ്രലേഖ എന്ന് പറയുന്നവൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവളെ തക്കതായ ശിക്ഷ അവൾക്ക് കൊടുക്കണം. വാട്സപ്പ് ഗ്രൂപ്പുകളിലൊക്കെ പ്രചരിച്ചു എന്നാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത്. അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ ആ കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഇവൾക്ക് വേണ്ടുന്ന തക്കതായ ശിക്ഷ കൊടുക്കണം. ഇനിയൊരു അധ്യാപനത്തിനായിട്ട് ഇവൾ ഈ മുന്നോട്ട് ഇറങ്ങരുത്. അധ്യാപിക എന്ന് പറയുന്ന അധ്യാപകനോ അധ്യാപികയോ ഇങ്ങനത്തെ പരിപാടികൾ കാണിക്കാനാണ് സ്കൂളിൽ പോകുന്നതെങ്കിൽ അല്ലെങ്കിൽ കോളേജിൽ പോകുന്നതെങ്കിൽ അല്ലെങ്കിൽ തൊഴിലിടങ്ങളിൽ പോകുന്നതെങ്കിൽ വീട്ടിലിരുന്ന് കുടുംബത്തിലുള്ളവരോടോ അല്ലെങ്കിൽ അയൽപക്കത്തുള്ളവരോട് ഈ പറയട്ടെ തോന്നിവാസങ്ങൾ. തന്തയില്ലായ്മ ഇനി വളർന്നു വരുന്നൊരു കുഞ്ഞാണ്, അതിന്റെ ഭാവി ഓർക്കണ്ടേ? അത് ഓർക്കാതെ ഇങ്ങനത്തെ തന്തയ്ക്ക് പ്രക്കാഴിക പറയുമ്പോൾ ഇവളുമാർ അറിയണം എന്ത് സംഭവിക്കും എന്നുള്ളത്. അങ്ങനെ അറിഞ്ഞെങ്കിലേ ഈ പറയുന്ന പരിപാടിക്ക് തന്തയില്ലായ്മയ്ക്ക് ഒരു അറുതി വരികയുള്ളൂ. വല്ലാത്തൊരു കഷ്ടം തന്നെയാണ് കേട്ടോ. ജാതി, മതം, വർണ്ണം, വിവേചനം അതിനൊക്കെ പുറമെ ഒരു വ്യക്തിയുടെ വ്യക്തിഹത്യ ചെയ്യുക, ആ വ്യക്തി അങ്ങ് പറഞ്ഞ് അവഹേളിക്കുകയാണ്. ഇങ്ങനെയാണ് ആ വ്യക്തി എന്നുള്ളത് നാട്ടിലും പലയിടത്തും. ഞാനും അങ്ങനത്തെ ഒരു പ്രശ്നം ഇപ്പോൾ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ അതിനുള്ള മറുപടി, തക്കതായിട്ടുള്ള മറുപടി ഞാനും കൊടുക്കുമെന്നുള്ളത് പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഞാൻ അവസാനിപ്പിക്കുകയാണ്. കൂടുതലൊന്നും പറയാനില്ല. ഇങ്ങനത്തെ തന്തയ്ക്ക് മുൻപോട്ടായ പരിപാടികൾ ചെയ്യുന്നതും ചെയ്യിപ്പിക്കുന്നതുമായിട്ടുള്ള ആളുകൾക്കുള്ള മറുപടി അത് നിയമ സംവിധാന വ്യവസ്ഥയ്ക്ക് കൊടുക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ നമ്മൾ തന്നെ നിയമം കയ്യിലെടുത്തും കൊടുക്കുക. തീർത്ത് കളഞ്ഞേക്കുക. കൂടുതലൊന്നും പറയാനില്ല. തന്തയ്ക്ക് പറക്കാത്തവന്മാരെ ജീവിക്കാൻ അനുവദിക്കരുത്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇത്രയും പറഞ്ഞുകൊണ്ട് ഇവിടെ അവസാനിക്കുകയാണ്. നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്ന കൊള്ളരുതായ്മകൾക്ക് ഒരു അറുതി വരണം എന്നുണ്ടെങ്കിൽ നിയമ സംവിധാന വ്യവസ്ഥ വേണ്ട രീതിയിൽ കാര്യങ്ങൾ എടുക്കണം. പണത്തിനോ അല്ലെങ്കിൽ പദവിക്കോ അവിടെ പ്രാധാന്യം കൊടുക്കരുത്. വ്യക്തിക്കായിരിക്കണം പ്രാധാന്യം, അല്ലെങ്കിൽ ആ വ്യക്തി അനുഭവിച്ച കാര്യങ്ങൾക്കായിരിക്കണം പ്രാധാന്യം എന്നുള്ള രീതിയിൽ അങ്ങനെ തന്നെ നമ്മുടെ നീതിന്യായ വ്യവസ്ഥ കാര്യങ്ങൾ എടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്.